let's review Enforcer. ഓക്കെ, സോ ഇതാണ് Enforcer. ഒരു എനർജി ഡ്രിങ്കാണ്. ആൻഡ് എത്ര എം എൽ ഉണ്ട് ക്വാണ്ടിറ്റി? ഓക്കെ, വെജിറ്റേറിയൻ ആണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒറിജിൻ ഓക്കെ, ഇന്ത്യൻ ബേസ്ഡ് ആണ്. ഇത് നമ്മുടെ ഇത് മേക്ക് ഇൻ ഇന്ത്യ അല്ലേ? യെസ്, മേക്ക് ഇൻ ഇന്ത്യയുടെ ഇതുണ്ട്. പിന്നെ ഓക്കെ, ഇതിൻ്റെ പ്രൈസ് 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആൻഡ് 2025 2 വർഷത്തേക്ക് ഉണ്ട് ഇത്. ഡ്യൂറേഷൻ എക്സ്പയർ ആയിട്ടെന്നോളും. ഇതിപ്പോൾ ജനുവരി 2027 വരെ ഉണ്ട്, 24 വരെ ഉണ്ട്. പിന്നെന്താ, ഓക്കെ 250 ml ഇത്രയുണ്ട്. അതിലെന്താ, പവർ അപ്പ് വിത്ത് എനർജീസ്, എവരി സിപ്പ് അൺസ്റ്റോപ്പബിൾ എനർജി, കണ്ടെയ്ൻസ് കഫെയിൻ. സോ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻ ഞാൻ ഇവിടെ സ്ലൈഡിൽ ഒന്ന് ഇട്ടേക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊന്ന് പോസ് ചെയ്യൂ. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ട് നോക്കട്ടെ. 268 268 ഗ്രാംസ് ഉണ്ട്. ഇതിൻ്റെ കളർ എന്താണെന്ന് ഞാൻ എന്താണ് വണ്ടടിക്കേണ്ടത്. തീരെ വെക്കണമെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇത്തിരി പാടാണ്, എന്നാലും ഓക്കെ പതുക്കെ പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, നമ്മളുടെ സീല് പൊട്ടിച്ചു. ആൻഡ് ഇതൊരു സ്മെല്ലുണ്ട്. സത്യം പറയാലോ, ഒരു മരുന്നിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ. നമുക്ക് ഈ ചുമ എന്തൊക്കെ വരുമ്പോൾ തന്നെ മരുന്നിൽ ഏതൊരു പണ്ട് കഴിച്ച മരുന്നിൻ്റെ സ്മെല്ലാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ. നമുക്ക് ഇതിൻ്റെ കളർ ഫസ്റ്റ് ഓക്കെ, ഒരു യെല്ലോ കളർ. നമ്മുടെ ആപ്പിൾ ഫിസിനേക്കാളും കുറച്ചും കൂടി ഒരു ലൈറ്റാണ്. അത് കുറച്ചും കൂടിയതാണ് എനിക്ക് തോന്നിട്ട്. ആപ്പിൾ ഫിസിനേക്കാളും കുറച്ചും കൂടി ഒരു എന്താണ്, ആപ്പിൾ ഫിസിനേക്കാളും കുറച്ചും ലൈറ്റ് കളറായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ്. ആൻഡ് യെസ്, ഇത് എന്തായാലും 250 ml മുകളിലുണ്ട്. കണ്ടിട്ട് 260 ml എനിക്ക് തോന്നുന്നു നോക്കിയിട്ട്. യെസ്, ഒരു 260 ml എന്താ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കളറുണ്ടല്ലോ, തണുത്തിരിക്കുക. സോ എനർജി ഡ്രിങ്ക്, കാർബണേറ്റഡ് എനർജി ഡ്രിങ്കാണ്. ആൻഡ് ഓക്കെ, ഇതിൻ്റെ സ്മെല്ലൊക്കെ പറഞ്ഞില്ലേ, സ്മെല്ലൊരു മരുന്നിൻ്റെ സ്മെല്ലാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മളൊരു കുറച്ചെടുത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോകണം. സോ നമ്മളുടെ ഗ്ലാസ്സിലിട്ടപ്പോൾ കളറുണ്ടല്ലോ. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റ് ഒരു പുളിയുണ്ട്. ഞാൻ മോൺസ്റ്റർ എനർജി കുടിച്ചുകൊണ്ട് അതിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റിന് അറിയാം. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് വന്നപ്പോൾ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ മരുന്ന് മാത്രമല്ല, നമ്മുടെ ഈ പണ്ടത്തെ ജാം ഉണ്ടല്ലോ, പൈനാപ്പിൾ ഫ്ലേവർഡ് ജാം, അതിൻ്റെ ഒരു ടേസ്റ്റിന് അറിയാം. ഈ പൈനാപ്പിൾ ഫ്ലേവേർഡ് ജാമിൻ്റെ ഒക്കെ പോയി എനിക്കതാണ് ഓർമ്മ തന്നെ. വേറെ എന്താ ഡിസ്ക്രൈബ് ചെയ്യപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടുള്ള എന്തായാലും പൈനാപ്പിൾ ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ജാം അല്ലെങ്കിൽ ഒരു സ്കോഷിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് എനിക്കിത് കിട്ടിയത്. ടേസ്റ്റിന് ചെറിയൊരു പുളിയുണ്ട്. അല്ലാണ്ട് മാൺസ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഏതൊരു ഇനി കുടിച്ചത് മാൺസ്റ്റർ തന്നെയാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ റെഡ് ബുള്ളാണോ? റെഡ് ബുള്ളിനെക്കാട്ടും കൂടുതൽ മാൺസ്റ്റർ ഡ്രിങ്ക് കാണാം. അത് രണ്ടും ഒരുപോലെയുണ്ട്. ഈ റെഡ് ബുള്ളിൻ്റെ ടേസ്റ്റാണ് എനിക്ക് അത്ര ഓർമ്മയില്ല ഇതിൻ്റെ. അന്നേരം കുഴപ്പമില്ല. 60 രൂപയ്ക്ക് 250 ml വർത്ത്, നല്ല ടേസ്റ്റ്, കുഴപ്പമില്ല. യെസ്, ഇപ്പോൾ റെഡ് ബുള്ളൊക്കെയാണ് ഇപ്പോൾ 100 സംതിങ് രൂപയാണ്. 100 സംതിങ് അല്ലേ, അതായത് 100 മുകളിലെന്ന് അറിയാം. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വാങ്ങിച്ചാലും മതിയാവും. 60 രൂപയ്ക്ക് ഒരു 50 ml ഇതും കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, അപ്പോൾ വേറെന്താ, വേറെ എഫക്റ്റൊന്നും ഇല്ല. അങ്ങനെ നല്ല കഫെയിൻ ഉണ്ട്. യെസ്, കണ്ടെയ്ൻസ് കഫെയിൻ. 2 എണ്ണമാണ് ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ. 2 cans, അതിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല എന്നൊരു പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കൺസ്യൂം നോട്ട് മോർ ദാൻ 500 ml ബറാക്കിൽ 2 cans എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ മറ്റേ ആ സ്ലൈഡ് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണാമായിരുന്നു. അത് ബാക്കിലോട്ട് എന്താണ് പോയിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ സ്ലൈഡ്സിന് ഇട്ടേകളൊന്ന് പോസ് ചെയ്ത് വായിക്കുമ്പോൾ കാണാം എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് വായിച്ചോ. 2 can കൂടുതൽ എന്തായാലും കുടിക്കരുത്. ഓക്കെ, ഇതായിരുന്നു Enforcerൻ്റെ അവസ്ഥ.